എന്റെ പേര് അമൽ എന്നാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവല്ല സിഗ്നലിനോട് അടുത്താണ്. ഹിമാലയം പൊതുവെ നമുക്കൊരു അഡ്വഞ്ചർ അതുപോലെ ടൂറർ കാറ്റഗറി വരുന്ന മോഡലാണ്. നമുക്കിപ്പോൾ അതിന്റെ ഫീച്ചേഴ്സിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം റീസെന്റ് ആയിട്ട് നമുക്ക് LED ഹെഡ് ലാമ്പ് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മഡ് ഗാർഡ് ഒക്കെ നോക്കി അറിയാം, കുറച്ചുകൂടെ ഹൈ ആയിട്ടാണ് നമുക്ക് പ്ലേസ് ചെയ്യുന്നത്. ഓഫ് റോഡിംഗ് കണ്ടീഷനിലൊക്കെ കുറച്ചുകൂടെ നമുക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അത് ത്രൂ നമുക്ക് കിട്ടും. അതുപോലെ ടയർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് നമുക്ക് 21 ബാക്കിൽ 17 ടയർ സൈസ് കൊടുത്തിരിക്കുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഡുവൽ ഡിസ്ക് വിത്ത് ഡുവൽ ചാനൽ ABS നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടാങ്കിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 17 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. കുറച്ചുകൂടെ ബൾക്കി ലുക്ക് ഫീൽ ചെയ്യും. കുറച്ചുകൂടെ ലാർജ് ടാങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ബൾക്കി ലുക്ക് ഫീൽ ചെയ്യും. അതേപോലെ എഞ്ചിനായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പുതിയ 452 എഞ്ചിനാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ആ ഒരു ഇതിൽ കിട്ടുക. അതേപോലെ നമുക്കിപ്പം സീറ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നോർമൽ സീറ്റ് ഹൈറ്റ് വരുന്നത് 825 to 845 നമുക്കിപ്പം നോർമൽ സീറ്റ് ഹൈറ്റ് വരുന്നത്. നമുക്ക് ഇപ്പം അത്യാവശ്യം 805 825 നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും പറ്റും നമുക്ക് സീറ്റ്. LED ടെയിൽ ലാമ്പ് നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ മീറ്റർ കൺസോൾ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും പുതിയ ഹിമാലയം വന്നിരിക്കുന്ന പുതിയൊരു ഫീച്ചറാണ് നമുക്ക് ട്രിപ്പർ ഡാഷ് വിത്ത് ഫുൾ മാപ്പ് നാവിഗേഷൻ എന്ന് പറയും. നമുക്കിപ്പം ഈ ഒരു മീറ്റർ കൺസോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന 3 സ്വിച്ചാണ്. ഒന്ന് മോഡ് ബട്ടൺ വരും, അതേപോലെ തന്നെ ഹോം ബട്ടൺ വരും ബാക്ക് ചെയ്യാനുള്ള, അതുപോലെ തന്നെ ജോയിസ്റ്റിക്ക്. ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് മോഡ് ബട്ടൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം പെർഫോമൻസ് ABS ഓൺ എന്ന് കാണും, അതുപോലെ തന്നെ പെർഫോമൻസ് ABS ഓഫ്, അതുപോലെ ഈക്കോ ABS ഓൺ, ഈക്കോ ABS ഓഫ്, നമുക്ക് മോഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് സ്വിച്ചസ് നോക്കുകയാണെങ്കിൽ റോട്ടറി ടൈപ്പ് സ്വിച്ചസ് തന്നെയാണ് നമുക്ക് വരുന്നത്. പിന്നെ ഹസാർ ലൈറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ മോഡ് ബട്ടണിൽ നമുക്കൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനലോഗ് അതുപോലെ ഡിജിറ്റലിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഉള്ള ഫീച്ചറും കൂടെ വരുന്നുണ്ട്. പിന്നെ C ടൈപ്പ് ചാർജിംഗ് പോർട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഓൺ റോഡ് അതുപോലെ ഓഫ് റോഡ് കണ്ടീഷനിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് പുതിയ ഹിമാലയൻ നമുക്ക് കിട്ടുക. ഇതിൽ നമുക്ക് കളേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയന്റ് നമസ ബ്രൗൺ എന്ന് പറഞ്ഞ കളർ നമുക്ക് വരുന്നുണ്ട്. 366 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ പൊട്ടി ബ്ലൂ അതുപോലെ റെഡ് കളർ നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് വരുമ്പോഴത്തേക്ക് 371 വരും. പിന്നെ ക്യാമറ്റ് ബ്രൈറ്റ് എന്ന് പറഞ്ഞൊരു കളർ വരുന്നുണ്ട്. അത് വരുമ്പോഴത്തേക്ക് 376 പ്രൈസ് വരുന്നത്. ടോപ്പ് വേരിയന്റ് വരുമ്പോൾ ഹാൻഡ്ലേ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറാണ് വരുന്നത്. അത് വരുമ്പോഴത്തേക്ക് നമുക്ക് 382 നമുക്ക് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് 650 സെഗ്മെന്റ് ആണ്. 650 സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കോണ്ടിനെന്റൽ GT വരുന്നുണ്ട്, അതേപോലെ ഇന്റർസെപ്റ്റർ വരുന്നുണ്ട്, പിന്നെ ഷോർട്ട് ഗൺ, സൂപ്പർ മീറ്റോർ, ഇത്രയും വേരിയൻസ് ആണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് കോണ്ടിനെന്റൽ GT എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് നമുക്ക് സ്റ്റാർട്ടിങ് നമുക്കൊരു 4.5 തൊട്ട് 4.35 വരെ നമുക്ക് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. ഇതിൽ നമുക്കുള്ള അപ്ഡേഷൻസ് നോക്കുമ്പോൾ ഇതൊരു കഫേ റേസർ കാറ്റഗറി വരുന്ന മോഡലാണ്. അതിന്റെ ഒരു റൈഡിംഗ് പോസ്റ്റർ ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. നമുക്ക് ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള LED ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട്, അതുപോലെ USB ചാർജിംഗ് മോഡ്, ഹസാർ ലൈറ്റ്, അങ്ങനെയുള്ള നിലവിലുള്ള എല്ലാ അപ്ഡേഷൻസും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്ലച്ചും അതുപോലെ ബ്രേക്കും നമുക്ക് അഡ്ജസ്റ്റബിൾ ആകാവുന്ന രീതിയിലാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. മീറ്റർ കൺസോൾ നോക്കുമ്പോൾ നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഓഡോമീറ്റർ ടോട്ടൽ കിലോമീറ്റർ അറിയാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രിപ്പ് A ഉണ്ട്, ട്രിപ്പ് B ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്കിത് ബ്രിട്ടീഷ് റേസിംഗ് ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ്. സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണ്. 4-5 വരും ഓൺ റോഡ് വരുമ്പോഴത്തേക്ക്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സൂപ്പർ മിറ്റോർ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. നമുക്ക് സൂപ്പർ മിറ്റോർ നോക്കുമ്പോൾ നോർമലി ഒരു ക്രൂസർ ടൈപ്പ് ആണ്. അതിന്റെ ഒരു സീറ്റിംഗ് അതുപോലെ റൈഡിംഗ് പോസ്റ്റർ ഒക്കെ കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. നമുക്ക് ലോ സീറ്റ് ഹൈറ്റ് ആണ് നമുക്ക് വരുന്നത്. കുറച്ചുകൂടെ റിലാക്സ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്റർ ആണ് നമുക്ക് വരുന്നത്. പിന്നെ ഫീച്ചേഴ്സിൽ വരുമ്പോൾ നോക്കുമ്പോൾ LED ഹെഡ് ലാമ്പ്, മീറ്റർ കൺസോൾ, നമുക്ക് ഒരു DG+ അനലോഗ് മീറ്റർ കൺസോൾ വരുന്നുണ്ട്. പിന്നെ ട്രിപ്പർ നാവിഗേഷൻ ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് 10x10 നാവിഗേഷൻ ആയിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റും. പിന്നെ നോർമലി വരുന്ന പോലെ തന്നെ ഫ്യൂൽ ഇൻഡിക്കേഷന്, ടൈം, ഗിയർ പോസ്റ്റിന്, അങ്ങനെയുള്ള എല്ലാ അപ്ഡേഷൻസും വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ USB ഫോർക്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ അലോയ് വീൽ കുറച്ച് ഒരു പുതിയ അലോയ് വീൽ ഡിസൈൻ ആണ് നമുക്ക് അതിനകത്ത് വരുന്നത്. ഇത് നമുക്ക് ഒരു 2 ടൈപ്പിലാണ് വരുന്നത്. ഒന്ന് ടൂറർ തീം, ഒന്ന് സോളോ റൈഡർ തീമിൽ, അതേപോലെ തന്നെ ടൂറർ തീമിലും വരുന്നുണ്ട്. നമുക്ക് സോളോ റൈഡർ തീമിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആസ്ട്രൽ ബ്ലാക്ക്, ആസ്ട്രൽ ബ്ലൂ, ആസ്ട്രൽ ഗ്രീൻ എന്ന് പറഞ്ഞ കളറും, പിന്നെ ഇൻഡസ്ട്രിയൽ ഗ്രീനും അതുപോലെ ഇൻഡസ്ട്രിയൽ ഗ്രേ എന്ന് പറഞ്ഞ കളറുമാണ് നമുക്ക് സോളോ റൈഡർ തീമിൽ വരുന്നത്. ടൂറർ തീമിൽ വരുന്ന മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. സീറ്റിംഗ് നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ടൂറിംഗ് സീറ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. പിന്നെ വിൻഷീൽഡ് വിത്ത് ബാക്ക് റെസ്റ്റ് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് തന്നെ വരും. റൈഡിംഗ് പോസ്റ്റർ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് കുറച്ചുകൂടെ ഫോർവേഡ് ആയിട്ടാണ് ഫുഡ് ഫ്ലെക്സ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വൈഡ് ഹാൻഡിലാണ്, കുറച്ചുകൂടെ റിലാക്സ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ക്രൂസ് റൈസിൽ നമുക്ക് അത്യാവശ്യം ഒരു ലോങ് അതുപോലെ ഷോർട്ട് റൈഡ് ഒക്കെ അത്യാവശ്യം നല്ല കംഫർട്ട് ആയിരിക്കും. ലോങ് റൈഡേഴ്സ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ക്രൂസ് റൈസ് മോഡലാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മീറ്റോർ 350 പറ്റിയാണ്. മീറ്റോർ 350 നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് 4 വേരിയൻസിലാണ് നമുക്ക് വരുന്നത്.
ഫയർബോൾ, അതുപോലെ സ്റ്റെല്ലാർ, അറോറ, സൂപ്പർനോവ, ഇത്രയും 4 വേരിയൻസിലാണ് നമുക്ക് വരുന്നത്. സ്റ്റാർട്ടിങ് ഒരു 241 തൊട്ട് 290 വരെയാണ് അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് വരുന്നത്. ഇതിപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അറോറ ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറാണ്, റീസെന്റ് ആയിട്ട് വന്നുള്ള ഒരു മോഡലാണ് നമുക്ക് അറോറ ഗ്രീൻ. ഇത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ടൂറർ ടൈപ്പിലാണ് കൊടുത്തേക്കുന്നത്. ടൂറിംഗ് വിൻസ്ക്രീൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബാക്ക് സിമ്പിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പോക്ക് വീലായിരിക്കും വരുന്നത് ഈ ഒരു വേരിയന്റിൽ. നമുക്ക് നോർമലി മറ്റുള്ള 3 മോഡൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലോയ് വീലായിരിക്കും വരുന്നത്, അലോയ്സ് വിത്ത് ട്യൂബ്ലെസ് ടയർ വരും. ഇത് സ്പോക്ക് വീലാണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് മീറ്റർ കൺസോളിലോട്ട് നോക്കുമ്പോൾ വിത്ത് ട്രിപ്പർ നാവിഗേഷൻ ഇൻബിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. മീറ്റർ കൺസോൾ നമുക്ക് ഡിജി പ്ലസ് അൺലോക്ക് ആ ഒരു ടൈപ്പ് തന്നെ, ഫ്യൂൽ ഇൻഡിക്കേഷൻ, ടൈം, ഗിയർ പോസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ അപ്ഡേഷൻസും വണ്ടിയിൽ വരുന്നുണ്ട്. സ്വിച്ചസ് ഒക്കെ റോട്ടറി ടൈപ്പ്. പിന്നെ ഇതിന്റെ സീറ്റിംഗ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ടൂറിംഗ് സീറ്റാണ് നമുക്ക് വന്നിരിക്കുന്നത്. അത്യാവശ്യം ലോങ് റൈഡ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് നമുക്ക് ടൂറിംഗ് സീറ്റിൽ കിട്ടും. അതുപോലെ പില്ലിയൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അത്യാവശ്യം പില്ലിയനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ കംഫോർട്ട് ആയിട്ടുള്ള നമുക്ക് ഒരു ബാക്ക് റെസ്റ്റ് ഇൻബിൽഡ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് അറോറ ഗ്രീൻ, അറോറ ബ്ലൂ, അറോറ ഗ്രേ, അങ്ങനെ 3 കളേഴ്സ് നമുക്ക് വരുന്നുണ്ട്. കുറച്ചുകൂടെ റിലാക്സ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്റ് ആണ്. വൈഡ് ഹാൻഡിൽ, ലോ സീറ്റ് ആയിട്ട് കുറച്ചുകൂടെ റിലാക്സ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു വേരിയന്റിൽ വരുന്നത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവല്ല സിഗ്നലിനോടത്താണ്, രാമഞ്ചിറ, തിരുവല്ല സെന്റ് മേരീസ് മോട്ടോഴ്സ്. കൂടുതൽ വിവരങ്ങളൊക്കെ എന്റെ പേര് അമൽ എന്നാണ്. വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്.